ദിവസം 13 പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലേ? എങ്ങനെ ഓർക്കുന്നു ചേച്ചി ആ കാലത്തെ? അത് എന്താ പറയുക, ഒരു യന്ത്രം പോലെയായിരുന്നു. പക്ഷെ യന്ത്രം പോലെ ഞാൻ പ്രവർത്തിക്കുമെങ്കിലും എൻ്റെ ചുറ്റും ഒരു ജീവിതം ഉണ്ടായിരുന്നു. എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും കൂടെ ഉള്ളൊരു ലൈഫ്. അതാണിപ്പോൾ ഞാൻ മിസ് ചെയ്യണേ. ഞങ്ങൾ ആ ഒരു മാന്ത്രിക ശബ്ദത്തെയാണ്. കാരണം എന്തെല്ലാം പാട്ടുകൾ, എന്തെല്ലാം ഭാഷകൾ, ഒറിയൽ വരെ പാടിയിട്ടുണ്ട് അല്ലേ ചേച്ചി? എത്ര ഭാഷകൾ ടോട്ടൽ പാടിയിട്ടുണ്ട് ചേച്ചി? 7 ലാംഗ്വേജസ് ഒരേ സമയം. അതെ, അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ വെച്ച് മലയാളം തന്നെയാണല്ലോ. മലയാളം മാപ്പിളപ്പാട്ടാണ് ആദ്യം പാടിയത്. പിന്നെ ക്രിസ്ത്യൻ ഡിവോഷണൽസ്, ഹിന്ദു ഡിവോഷണൽസ്, നാടക ഗാനങ്ങൾ, പിന്നെന്താ ക്രിസ്ത്യൻ ഡിവോഷണലൊക്കെ എത്രയോ പാടിയേക്കണു. ചെന്നൈക്ക് പോകുന്നതിന് മുമ്പേ ഒരുപാട് പാട്ടുകൾ. അപ്പം എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും നമ്മുടെ മണ്ണിൻ്റെ ലെജൻസിൻ്റെ കൂടെ അതുപോലത്തെ മ്യൂസീഷ്യൻസിൻ്റെയും കൂടെ ഒരുപാട് നാളുകൾ ഞാൻ സ്റ്റുഡിയോയ്ക്കുള്ളിൽ ജീവിച്ചു. അതെ അതെ. ഇപ്പോൾ ചേച്ചി പറഞ്ഞൊരു വാക്കിനൊക്കെ ലെജൻസ്, ഇപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമികൾ, അർജുനൻ മാഷ്, പറയാനില്ല, അങ്ങനെ തുടങ്ങി. ശരിക്കും ആ ഒരു 20 വയസ്സുകാരിക്ക് അറിയാമായിരുന്നോ ഞാൻ പാടുന്നത് ഇത്രയും വലിയ ആൾക്കാരില്ല? എൻ്റെ ശബ്ദം പോയതിന് ശേഷമാണ് ഞാൻ ഇവരൊക്കെ ഇത്രയും മഹത്വം ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കണത്. കാരണം എനിക്ക് ഒരു വായനാശീലമില്ല. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് കയറിയതാണ്. ഗാനമേളകളും പകൽ മുഴുവൻ റെക്കോർഡിങ്സ് ആയിരിക്കും, പിന്നെ സ്റ്റേജ് ആയിരിക്കും, അങ്ങനെ. അപ്പോൾ വേറെ ഒരു കാര്യങ്ങളും അറിയാൻ എനിക്കൊരു മാധ്യമം ഇല്ല. ആ മാധ്യമം ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കുന്ന സമയമൊക്കെ ഞാൻ സ്റ്റുഡിയോയുടെ ഉള്ളിലാണ്. എന്തെങ്കിലും വായിക്കാനാണെങ്കിൽ തന്നെ എനിക്ക് വായിക്കാൻ സമയമില്ല. 10 പാട്ട് ഒരു ദിവസം, ഇതൊന്നും ഒരു അതിശയോക്തി അല്ല ശരിക്കും. ഈ 10 പാട്ട് എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച്, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മ്യൂസീഷ്യൻസിനെ സംബന്ധിച്ചും ഇതൊരു അതിശയമുള്ള കാര്യമല്ല. അന്നൊക്കെ അങ്ങനെയാണ് ഒരുപാട്. കാരണം സ്റ്റുഡിയോയ്ക്ക് റെൻറ്റ്, അന്നൊക്കെ പൈസ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ, പൈസയുടെ ബുദ്ധിമുട്ട്. അപ്പോൾ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ 10 പാട്ട് എടുക്കണം എന്ന്. അപ്പോൾ ഒരു ദിവസം 5 പാട്ടായിരിക്കും എടുക്കുക, പിറ്റേ ദിവസം 5 പാട്ട് എടുക്കും, അങ്ങനെ എടുക്കും. അതല്ല, ചിലപ്പോൾ കാലിക്കറ്റിൽ നിന്നൊക്കെ വരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ്, അവിടെ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ, അവരിവിടെ വന്ന്, അന്ന് ഇതുപോലെ സ്റ്റുഡിയോസ് ഇല്ലല്ലോ, അപ്പോൾ അവർ വന്ന് എറണാകുളത്ത് താമസിച്ച്, അപ്പോൾ ഹോട്ടലിൻ്റെ വാടക, ഇത്രയും മ്യൂസീഷ്യൻസ് ഒരു റൂമിൽ കഴിയാൻ പറ്റില്ലല്ലോ, അത്രയും പേര് റൂം എടുക്കണം, അതിന് പൈസ വേണം. അപ്പം എല്ലാം കൂടി നോക്കുമ്പോൾ 10 പാട്ട് ഒരു ദിവസം എടുത്താൽ അത്രയും അവർക്ക് ലാഭമല്ലേ? അല്ല, ഈ 10 പാട്ട് അതിശോക്തി അല്ല എന്ന് ചേച്ചി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടുമാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടമല്ല, എല്ലാം ലൈവായിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് പാടുകയാണ് അല്ലേ ചേച്ചി? അത് അന്നതൊരു ബുദ്ധിമുട്ടേ അല്ല മോനെ. കാരണം ഞങ്ങൾ അതിൽ തന്നെയല്ലേ ജീവിക്കുകയാണ്. അതാ ജീവിതം. അതാണ് എന്ന് പറഞ്ഞാൽ രാവിലെ സ്റ്റുഡിയോയിൽ കയറിയാൽ നമുക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നിനും ഡെഡിക്കേഷനാണ് എല്ലാവർക്കും. ഒരു ചെറിയ ടൈമിങ് വായിക്കണം, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ടൈമിങ് വായിക്കുന്ന ആർട്ടിസ്റ്റിന് പോലും അത്രയും ഡെഡിക്കേഷനാണ്. കാരണം പാട്ട് പഠിക്കുക, പാട്ട് എഴുതിയെടുക്കുക, അതിൻ്റെ ട്യൂൺ മനസ്സിലാക്കുക, അതിൻ്റെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കുക, അത് പഠിക്കുക. അപ്പോഴേക്കും മറ്റേ ഓർക്കസ്ട്ര എല്ലാം റെഡി ആയിട്ടുണ്ടാവും. അവരെല്ലാവരും വരും. കുറച്ച് പല തവണകൾ അവർ ഒന്നിച്ചിരുന്ന് റിഹേഴ്സൽ ചെയ്യും. ലാസ്റ്റ് സിംഗറിനെ വിളിക്കും, സിംഗർ അവരുടെ കൂടെ പാടി നോക്കും. പ്രാക്ടീസ് ചെയ്ത് അതൊരു എന്താ പറയുക, പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരും. അപ്പം അവരോടൊപ്പം ഞാനും ആ പെർഫെക്ഷനിലേക്ക് എത്തുകയാണ്. അതൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് എൻ്റെ സിംഗിങ് സ്റ്റൈലിൽ വരുത്തിയതേ. അതൊക്കെയാണ് എൻ്റെ സാധകം എന്നൊക്കെ പറയണത്. ഇപ്പം ഞാൻ പല എന്താ പറയുന്നത് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ പാട്ടുകാരോടൊക്കെ ചോദിക്കാറുണ്ട്. ചിലരിങ്ങനെ, ചില സംഗീത സംവിധായകൻ, പേര് പറയുന്നില്ല, ഇടയ്ക്ക് പറയാറുണ്ട് ക്ലാസിക്കലി അല്ലെങ്കിൽ കർണാട്ടിക് പഠിച്ചവർക്കാണ് കുറച്ചുകൂടെ നന്നായി പാടാൻ കഴിയും. പക്ഷേ അതിന് തിരുത്തി കുറിച്ചിട്ട് ക്ലാസിക്കലി പഠിക്കാതെ വന്നിട്ട് ഇത്രയും എന്നാ പറയുന്നത് എത്രയും ഗാനങ്ങൾ പാടിയ ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഉണ്ടോ ചേച്ചി? അങ്ങനെ എനിക്ക് കിട്ടിയ ഈ ഗിഫ്റ്റ് അത് ദൈവത്തിൽ നിന്നാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത് തെളിയിക്കപ്പെട്ടിട്ടുമുള്ളതാണ്. പല ഇൻ്റർവ്യൂസിലും ഞാൻ പാടുന്നത് കാണാറില്ലേ? അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം അറിയിക്കും. ഞാനൊരു സത്യം പറയാം,
ഞാൻ പ്രാക്ടീസേ ചെയ്യാറില്ല. ഞാനത് ചോദിക്കണം എന്ന് വിചാരിക്കായിരുന്നു ചേച്ചിയോട്. ചേച്ചിയുടെ ഇപ്പൊ പ്രത്യേകിച്ച് റീസെൻ്റ്ലി ഇൻ്റർവ്യൂവിൽ ഭംഗിയായിട്ട് പാടുന്നു. അപ്പം നമ്മൾ തന്നെ ചേച്ചി അതിൽ ഇങ്ങനെ എല്ലാ ദിവസവും സാധകം ചെയ്തിട്ടാണോ എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചു. കാരണം ഇല്ല. കാരണം ഞാൻ പറയാം, ഒരു എന്താ പറയുക, നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരു ദിവസം ചെയ്യാൻ പറ്റാണ്ടാവുന്നു. മാസങ്ങളോളം വർഷങ്ങളോളം അത് ചെയ്യാതിരിക്കും തോറും നമ്മുടെ മനസ്സിന് മടുപ്പ് വരും. നമ്മൾ പിന്നെ വേറെ കാര്യങ്ങളിലേക്കാകും. നമ്മൾ ജീവിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വേറെ എനിക്കുണ്ട്. എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, പിന്നെ വീട്ടിൽ വരുന്ന ഗസ്റ്റ്, നമ്മുടെ റിലേറ്റീവ്സ്, എല്ലാവരുടെയും പല കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ ആയിപ്പോകും. എനിക്കിതില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് കൂടുതൽ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. നാച്ചുറലി അത് ശ്രമിച്ചു പോകും നമ്മൾ, ഇല്ലേ? ഇപ്പൊ എനിക്ക് പറ്റണില്ല എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ പിന്നെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കില്ല. അങ്ങനെ പാടാനുള്ളൊരു എന്താ പറയാ, എപ്പോഴും പാടണം എന്നുള്ളൊരു, അങ്ങനെ ഞാൻ വെറി പൂണ്ട് പാടിയിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ മാറി പാടണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തൊരു ലെവലിലേക്ക് ഞാൻ വന്നു. പക്ഷെ പാട്ട് എനിക്കിപ്പോഴും ജീവനാണ്. പാട്ടിനും മിന്നിയെ ഉറപ്പായിട്ടും ജീവനാണ്. കാരണം അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങളെ പോലുള്ളവര്, പാട്ടുകാര്, സംഗീതജ്ഞര് എല്ലാവരും ചേച്ചിനെ തിരക്കി വരുന്ന അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചേച്ചിയോട് വന്നപ്പോൾ ഞങ്ങൾ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോഴും ഞാൻ പറയുന്നു, ചേച്ചി എന്താണ് എഫേർട്ട് ഇടാത്തത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ? അപ്പോഴും ചേച്ചിയുടെ മറുപടി ഇത് തന്നെയായിരുന്നു, അല്ലേ? ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പം റീസെന്റ് ഇന്റർവ്യൂവിൽ ചേച്ചി പറയുണ്ടായി, എന്ത് കാരണം ശബ്ദം പോയി എന്ന് പറയുമ്പോഴും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ ഉദാഹരണം പറഞ്ഞ റിമിക്കും ഇടയ്ക്ക് ഇതുപോലെ ശബ്ദത്തിന് എന്തോ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് പക്ഷെ തിരിച്ചു വരുന്നുണ്ട്. ചേച്ചി ആ ഒരു തിരിച്ചുവരവിന് സ്വയം ശ്രമിക്കാതിരിക്കുകയാണ്? അങ്ങനെയല്ല, ഒരുപാട് നാളുകൾ എടുത്ത ഒരു പ്രോസസ്സിങ് ആണ് ഇത്. എന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം വന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ്. അപ്പം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞതും, പാടണം എന്നുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കുറഞ്ഞു. പക്ഷെ എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഞാൻ പാടുന്നതാണ് ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കൂടപ്പിറപ്പുകൾക്ക്, ചേട്ടൻ്റെ സിസ്റ്റേഴ്സിന്, ചേട്ടന്മാർക്ക്, എല്ലാവർക്കും ഭയങ്കര ജീവനാണ് എൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പോഴും. അപ്പം അവർക്കൊക്കെ ഞാൻ പാടണം എന്നാണെങ്കിലും എനിക്കൊരു കുഞ്ഞു മനസ്സില്ലേ, ഞാൻ കടന്നു വന്ന വഴികൾ, ഞാൻ എങ്ങനെ ആയിരുന്നു, അതെല്ലാം എൻ്റെ മനസ്സിലില്ലേ. അപ്പം അങ്ങനെ അല്ലാത്തൊരവസ്ഥയിൽ നിന്നിട്ട് എങ്ങനെ പാടണം എന്ന് എനിക്ക് അറിയണില്ല സത്യം പറഞ്ഞാൽ. പിന്നെ പറയും, ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യാൻ എനിക്കറിയില്ല. അതന്നും എനിക്കറിയില്ല, അന്നും ഞാൻ ചെയ്തിട്ടില്ല. അതൊന്നും വരുന്ന പാട്ടുകളങ്ങ് പാടുക, അത് എന്നെ വിളിക്കും എല്ലാ ദിവസവും. ഇപ്പോൾ ഈ സ്റ്റുഡിയോസിൽ എൻ്റെ മുഖം കാണുമ്പോൾ അടുത്ത ദിവസം ആരെങ്കിലും അവിടെ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ എന്നെ കാണും. അപ്പോൾ നാളെ മിനിമോള് വരുമോ, പാടാൻ വരുമോ? ഞാൻ വരും. ഇങ്ങനെ ഓരോ ദിവസവും, എല്ലാ ദിവസവും ഞാൻ സ്റ്റുഡിയോയിലാവുന്നത് അങ്ങനെയാണ്. എന്നെ കാണുമ്പോൾ അവർക്ക്, എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് അതിൽ പാടിക്കാം എന്നുള്ളൊരു ആലോചന വരും, എന്നോട് പറയും, ഞാൻ പാടും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് എനിക്കൊരു അവസരം തരണം എന്ന് ഇതുവരെ ആരോടും എന്നെ കൊണ്ട് ദൈവം ചോദിപ്പിച്ചിട്ടില്ല. അതാണ് അവസരങ്ങൾ വന്നു ചേരുകയായിരുന്നു ചേച്ചിക്ക്, അല്ലേ? ആദ്യത്തെ എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിക്ക് ട്രാക്ക് പാടാൻ പോയി പിന്നണി ഗായികയാകാണ്. എങ്ങനെയായിരുന്നു ചേച്ചി ആ ഒരു അതെങ്ങനെ ചേച്ചി ഓർക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ, എനിക്ക് ഒന്നും അറിയാത്ത ഒരു കാലഘട്ടമാണത്. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരെ പോലും തിരിച്ചറിയില്ല എനിക്ക്. എൻ്റെ അപ്പച്ചനെ പോലെ ജുബയിട്ട ഒരാളാണ് രാഘവ മാഷ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ഫീലിംഗ് ആണ് എനിക്ക്, അപ്പച്ചനോടുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷെ ഈ മാഷാണ് ഇത്രയും പാട്ടുകൾ, നമ്മൾ ഗാനമേളയ്ക്കൊക്കെ തകർത്തു പാടുന്ന പാട്ടുകളാണ്. ഉണരു ഉണരു ഉണ്ണിപ്പൂവയൊക്കെ അതൊക്കെ ചെയ്ത ആളാണ് എന്ന് എനിക്കറിയണ്ടേ? ശരിക്കും പറഞ്ഞ ഒരു പൊട്ടിപ്പെണ്ണ്. ഇപ്പോഴും ഞാൻ അത് ഞാൻ പിന്നെ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോഴും അതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഇരിക്കണതിലും ഒരു സുഖം. സത്യം ചേച്ചി, സത്യം. എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇത്രമേ ഇതിനപ്പുറത്തേക്ക് ഒരു ഡൗൺ ടു എർത്ത് എന്നൊക്കെ ആവാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. വിളിച്ചപ്പോഴും ചിരി, വന്നപ്പോഴും ചിരി, ഞങ്ങളിത് സെറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് വരെ
ഇവിടെ ഒക്കെ ഇരിക്കുന്ന സാധനങ്ങൾ ഒരാളെടുത്തോണ്ട് വെച്ചാണ്. ഞാൻ ചേച്ചി എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എവിടെ. അല്ല, എന്നും അങ്ങനെ ആയിരിക്കട്ടെ ചേച്ചി, അതിനൊരു പ്രത്യേക സുഖമാണ്. ഇങ്ങനെ മനുഷ്യരാണ്. അതാണ് ഞാൻ. അങ്ങനെ തന്നെ മതി, ഒട്ടും മാറണ്ട. എനിക്കൊന്ന് 1984 10 വയസ്സിലാണ് ആദ്യത്തെ കാസറ്റിൽ പാടിയിറങ്ങുന്നത് അല്ലേ? 10 വയസ്സുള്ളപ്പം. അല്ല, 84 14 വയസ്സ്. 14 വയസ്സ് ആദ്യത്തെ കാസറ്റ് ഇറങ്ങുന്നത്. 14 വയസ്സ്. അന്നേരം അറിയാമായിരുന്നു ചേച്ചിക്ക് ഇതിന്റെ ഒരു വലിപ്പമൊക്കെ, ഇങ്ങനെ കാസറ്റിൽ പാട്ടോ? ഇല്ല. എൻ്റെ മനസ്സിൽ ജാനകി അമ്മ, ദാസേട്ടൻ, ജയനങ്കിള്, വാണിയമ്മ, സുശീലമ്മ, മാധുരിയമ്മ, ഇവരൊക്കെയാണ് പാട്ടുകാർ. നമ്മൾ പാടും, പക്ഷെ നമ്മളെ പാട്ടുകാരെന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. നമ്മളെ പോലെ നമ്മുടെ കൂടെ ഉള്ളവരും പാടും, അത്രേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊരു ചിന്തയില്ല. എൻ്റെ ചിന്ത അവരെയൊക്കെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പൊ ഈ വെയിലടിക്കുമ്പോ റേഡിയോയില് ഈ റെയിൻബോ കളേഴ്സ് വരെ കണ്ടിട്ടുണ്ടോ? ഞാൻ അതൊക്കെ പോയി ഇങ്ങനെ നോക്കും. അതിൻ്റെ ഉള്ളിലായിരിക്കും ഇവരൊക്കെ ഇരിക്കുന്നത്. ഇത്രയും വലിയ ആൾക്കാർ എങ്ങനെ ഇതിലിരിക്കും? ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ചിന്തകളുള്ള ഒരാൾ അല്ലെന്നേ, അത്രയും അത് ക്വാളിറ്റി ഇല്ല, അത്രയും നിഷ്കളങ്കമാണ്. അയ്യോ, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുട്ടിക്കാലം അതാണ്. ഒരുപാട് എനിക്ക് സന്തോഷം തരും അതൊക്കെ ആലോചിക്കുമ്പോൾ. പക്ഷേ ഇപ്പൊ ചേച്ചി പറഞ്ഞില്ല, ഇത്രയും സന്തോഷിച്ചിരുന്ന ആ കുട്ടിക്കാലത്തിൽ നിന്നും ചേച്ചി പെട്ടെന്ന് പറിച്ച് അതായത് സ്കൂള് കഴിഞ്ഞ് പിന്നെ ജീവിതം സ്റ്റുഡിയോയിലാണ് അല്ലേ? പിന്നെ ഈ 94 നമ്മൾ ശബ്ദം പോകുന്നു എന്ന് പറയുന്ന ആ സമയം വരെയും ചേച്ചി സ്റ്റുഡിയോയിൽ തന്നെയാണ്, രാപകലില്ലാതെ. അപ്പം ചേച്ചിക്ക് തോന്നാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈ മറ്റു കൂടെ ഉള്ളവരൊക്കെ കോളേജിൽ പോകുന്നു? എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറ RLV ചേർന്നിട്ടുണ്ടല്ലേ? തൊഴുന്നു അവിടെ പോയി തുടങ്ങി ചിരി തുടങ്ങിയിട്ടുണ്ട്. RLV കോളേജിന്റെ ഒരു എന്തിനാ ഒരു പേര് ദോഷം ഉണ്ടാക്കണേ? ചേർന്നു അല്ലേ? ചേർന്നു. അവിടുത്തെ ടീച്ചേഴ്സിന് സാറുമാർക്ക് പോലും വിഷമമാണ്. എന്നെ അവർ കണ്ടിട്ടേ ഇല്ല. സത്യം പറഞ്ഞാല് ഞാൻ ചെല്ലണത് എന്നായിരിക്കുന്ന അവിടെ എന്നാണോ സമരം അന്നായിരിക്കും ഞാൻ ഞാനിവിടുന്ന് ബാഗൊക്കെ തൂക്കി ചെല്ലുമ്പോൾ അവിടുന്ന് സമരം നടന്ന് അവർ ജാഥയായിട്ട് വരണുണ്ടാവും. ഭയങ്കര രസമായിരുന്നു ആ സമയമൊക്കെ. അല്ല, അപ്പൊ ചേച്ചിക്ക് ആ സമയമൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്? കാരണം ഫ്രണ്ട്സ് ഒക്കെ കോളേജിൽ പോകുമ്പോൾ ചേച്ചി ഫുൾ ടൈം പാട്ട്. പക്ഷെ അത് വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ ചേച്ചി പ്രശസ്തിയുടെ ഒരു കൊടുമുടിയിൽ തന്നെ നിന്ന്. ആർക്കറിയാം ഇതൊക്കെ, ഈ പ്രശസ്തിയൊക്കെ ആണല്ലേ? അതൊന്നും നമ്മൾ ചിന്തിക്കണില്ല മോളെ. അതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല, ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ വെറുതെ പറയണാണെന്നേ തോന്നുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഇതെന്താണ് സംഗതി. അപ്പൊ ഞാൻ ചേച്ചി എൻ്റെ ഫ്രണ്ട്സ് രമ, മെയ്ബിള്, ഇവരെല്ലാം സിംഗേഴ്സാണ്. അങ്ങനെ കുറേ പേരുണ്ട്, ഒന്നും രണ്ടും പേരൊന്നുമല്ല. പിന്നെ സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ പാടിയിരുന്ന ഗ്രേസി, ലവ്ലി, ആനി, ലിസമ്മ, അവരൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവർക്കൊക്കെ അറിയാം ഞാൻ എന്താണെന്ന്. അവരോട് ചോദിച്ചാൽ എന്നിലും നന്നായിട്ട് അവർ പറയും. പക്ഷെ ഇത്ര കൃത്യമായിട്ട് പേരുകൾ വരെ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ പാടിയ ആൾക്കാരുടെ പേരുകൾ വരെ ഓർത്തിരിക്കുകയാണ്. ഞാൻ കാലഘട്ടത്തിൽ പാടി എന്നല്ല അതിനെ പറയണ്ടേ, എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ ജീവിച്ചവരാണ് അവരൊക്കെ. അതാണ്. ഇപ്പം രമയും ഞാനും വല്ലപ്പോഴാണ് കാണാറ്. അവളെയാണ് കൂടുതലും എന്ന് വെച്ചാൽ ക്ലാസ്സിലെ ഫ്രണ്ടാണത്. അപ്പോൾ ക്ലാസ്സിൽ വല്ലപ്പോഴല്ലേ ചെല്ലാറുള്ളൂ. അവരൊക്കെ വളരെ നല്ല സംഗീതജ്ഞരാണ്. അവരൊക്കെ ഇപ്പം മ്യൂസിക് സ്കൂളും ഒക്കെ നടത്തുന്നവരാണ്. എല്ലാവരും നല്ല സിംഗേഴ്സാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ. അപ്പം ഞങ്ങളുടെ വിഷയങ്ങളും എന്തായിരിക്കും? പാട്ട് തന്നെ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ വിഷയങ്ങളില്ല. ആരെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു വിഷയത്തെ കുറിച്ചോ ഞങ്ങൾക്ക് പാട്ട് സംസാരമില്ല. ഇപ്പം 181 പാട്ടുകൾ ചിന്ന ചിന്ന ആശയ്ക്ക് മുന്നേ പാടിയെങ്കിലും സിനിമാ പാട്ട് അല്ലാതെ എണ്ണിയ തീരുമില്ല. അതുകൊണ്ടാണ് സിനിമാ പാട്ട് 182ാമത്തെ പാട്ടായിട്ടാണ് ഈ പാട്ട് വരുന്നത്. അതിന് രണ്ടുപേരും പാടിയിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക്.
மேகங்களை எல்லாம் தொட்டுவிட ஆசை, சோகங்களை எல்லாம் விட்டுவிட ஆசை, கார்குழலில் உலகை கட்டிவிட ஆசை, சின்ன சின்ன ஆசை. ഓ എൻ്റെ ദൈവം, ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ എന്താ പറയുക നമ്മൾ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗ്യങ്ങളിലൊന്നായിരിക്കും അല്ലേ ചേച്ചി? കാരണം ഇങ്ങനെ ചേച്ചിയുടെ എന്താ പറയുന്നത് ലൈവായിട്ട് ഇത് കേൾക്കാൻ പറ്റുന്ന ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടേ ഇല്ല. അയ്യോ എന്താ പറയുക, രോമാഞ്ചമൊക്കെ വരുന്നു. ചേച്ചി ഈ ഒരു പാട്ട് പാടാൻ വിളിക്കുമ്പോഴോ അന്ന് ചേച്ചി ദിലീപ് തന്നെയാണോ വിളിച്ചിരുന്നത്? ആണ് അല്ലേ? അങ്ങനെ ഞാൻ വിളിക്കാറൊന്നുമില്ല. ഞാൻ അങ്ങനെ മിണ്ടിയിട്ടുമില്ല ഈ ആളോട്. എന്നെ പാടാൻ വിളിച്ചു, ഞാൻ ചെന്നു. എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയും. അല്ലാതെ ഈ ദിലീപ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. ചെല്ലുന്നു, പറയും, പാടുന്നു, എഴുതിയെടുക്കുന്നു, പാട്ട് പഠിക്കുന്നു, പാടുന്നു, പോരുന്നു. ശരി സാർ എന്ന് പറയും. ഈ പാടുമ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഒരു ഇതുണ്ടായിരുന്നോ ഇത്രമേൽ പോകാൻ പോകുന്ന ഒരു പാട്ടായിരിക്കും എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചേച്ചി? ഇല്ല, ഒരിക്കലും ഒരു പാട്ട് പാടുമ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടുന്ന പാട്ട് എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ പാട്ടും ഒരു കുഞ്ഞ് ജനിക്കണ പോലെ ജനിച്ചതാണ് പാട്ടുകൾ. അതെൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ്, ആ പാട്ട് എൻ്റെ കയ്യിൽ എത്തുന്നതിന് മുൻപ് ആ പാട്ടൊരു കുഞ്ഞ് ജനിക്കുന്ന പോലെ ജനിച്ചതാണ് എന്നാണ് അപ്പച്ചൻ പറയാറ്. കാരണം പാട്ട് എഴുതിയ ആളുടെ മനസ്സിൽ നിന്ന് വരുന്ന കവിതകൾ അല്ലേ, ആ കവിതകൾക്ക് ജന്മം, ഒരു ജീവൻ കൊടുക്കുന്നത് മ്യൂസിക് ഡയറക്ടറോടൊപ്പം കൂടെ വായിക്കുന്ന. അതുകൊണ്ടാണ് എനിക്ക് മ്യൂസീഷ്യൻസിനോട് അത്രയും എനിക്ക് സ്നേഹവും ബഹുമാനമാണ്. കാരണം ഒരു പാട്ട് ഞാൻ പാടുന്നുണ്ട്, എപ്പോഴും പാട്ടുകാരെ കുറിച്ചാണ് എല്ലാവരും പറയാറ്. അല്ലേ? അതെ. ഓ ആ പാട്ട് ചേച്ചി പാടി, ഇപ്പം തന്നെ മോള് പറയല്ലേ പാട്ട് ചേച്ചി എന്ത് നന്നായിട്ട് പാടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ, ആ പാട്ടിൻ്റെ കൂടെ ജീവിച്ച ഒരുപാട് പേരുണ്ട്, കുറേ മ്യൂസീഷ്യൻസ്. അവരും കൂടിയാണ് ഇപ്പം എൻ്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ചേർന്നതല്ലേ ഞാൻ. ഇതുപോലെയാണ് ഒരു പാട്ട്. ആ മ്യൂസീഷ്യൻസിൻ്റെ, എത്രയോ കഴിവുള്ള മ്യൂസീഷ്യൻസിൻ്റെ കൂടി ചേരലുകൾ കൊണ്ട് ഒരു മനോഹരമായ ഒരു പാട്ടുണ്ടാകണം. അത് നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ അതിൽ വായിച്ച മ്യൂസീഷ്യൻസിനെയോ ആരെയും അത് ഓർക്കും. ആ പാട്ട് പാടിയ ആൾ ഓർക്കും, ഞാൻ ഓർക്കും. ഇപ്പം നിങ്ങൾ ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരിക്കലും. ഞാനതിൻ്റെ അന്ന് ഞാൻ പാടിയപ്പോൾ ഞാൻ എന്തെല്ലാം എങ്ങനെയൊക്കെ ആയിരുന്നു, എൻ്റെ കൂടെ ആരൊക്കെ ആയിരുന്നു, എൻ്റെ കൂടെ ആരുടെയൊക്കെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരിക. പിന്നെ ഞാൻ പാടിയ അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ജഡ്ജ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ഒരാൾക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളായിരിക്കണം. എനിക്കങ്ങനെ പറ്റും. കാരണം ഞാൻ പാടിയ എല്ലാ പാട്ടും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിലെന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്, എല്ലാവരുടെയും പാട്ടിലുണ്ടാവും. അത് അവരവർക്കേ അറിയുള്ളൂ. അത് അങ്ങനെ ഇപ്പൊ ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ പാടിക്കഴിഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ അയ്യോ എനിക്ക് ഒന്നുകൂടെ പാടിയാൽ കൊള്ളാം എന്ന് വിചാരിച്ച എല്ലാ പാട്ടും തോന്നും. എല്ലാ പാട്ടും വീട്ടിൽ വന്ന് നമ്മളൊന്നുകൂടി പാടിയൊക്കെ നോക്കും. അങ്ങനെ സമയം ഉണ്ടെങ്കിൽ. അന്നൊന്നും ഇങ്ങനെ സമയമില്ല. ഇപ്പൊ ചോദിച്ചതുകൊണ്ട് അതിനൊരു ഉത്തരം ഇതായിരിക്കും. കാരണം അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതവിടെ അങ്ങനെ പാടായിരുന്നു, സാരമില്ല എന്ന് വിചാരിക്കും. പക്ഷെ സാരമില്ല എന്ന് വിചാരിക്കുന്നിടത്തും ഒരു ചെറിയ വേദന ഉണ്ടാവും. കാരണം നമ്മുടെ ഒരു കുറവല്ലേ അത്.
നമ്മുടെ ഒരു മൈനസാണത്. ഇത്രമേൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്ന ഒരാൾ ഞാൻ ചോദിക്കട്ടെ, റഹ്മാൻ സാറിന്റെയും കീരവാണി സാറിന്റെയും ആദ്യത്തെ പാട്ടുകൾ പാടിയത് ചേച്ചിയാണ്. രണ്ടുപേർക്കും ഓസ്കാർ വരെ ലഭിച്ചിരിക്കുകയാണ്. കീരവാണി സാറിന്റെ ആദ്യത്തെ പാട്ട് ഞാനല്ല, തമിഴിലെ അതെ അതെ അതെ, തമിഴിലെ ആദ്യത്തെ പാട്ട് സാറിന്, മറ്റേ പാട്ടല്ലേ തമിഴിലെ ചേച്ചി പാടി. അപ്പൊ ഇവർക്ക് ഇത്രയൊരു പ്രശസ്തി, അങ്ങനത്തെ ഒരു ഓസ്കാർ പോലെ കിട്ടുമ്പോൾ ചേച്ചി എപ്പോഴെങ്കിലും അവരെ വിളിക്കാറുണ്ടോ? ഞാൻ കണ്ടുല്ലോ, അതിനുശേഷം രണ്ടുപേരെയും കണ്ടു. അവ എന്ത് പറഞ്ഞു? ആ ഓസ്കാർ കിട്ടിയ ഉടനെ ഒന്നും കാണാൻ പറ്റില്ല. കീരവാണി സാറ് നാട്ടിൽ വന്നപ്പോൾ മോൻ കുറച്ചൊക്കെ അവൻ വായിച്ചു തുടങ്ങിയ സമയം, അപ്പം അവന് ബ്ലെസ്സിങ്സ് വാങ്ങാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത്. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. എന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് സാറ് കണ്ടത്. ഭയങ്കര സന്തോഷമായിട്ട് സംസാരിച്ചു, മോനെ ബ്ലെസ് ചെയ്തു, എന്നോട് ഇനിയും പാടണം എന്നൊക്കെ പറഞ്ഞു. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യം അത് തന്നെയാണ്, കാണുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാം. റഹ്മാൻ സാറിനെ ആ സമയത്തൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ മെയിൽ അയച്ചിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ചേച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പാട്ടുകാരി ആവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്ന് കേൾക്കുന്നു. എൻ്റെ വീട്ടിലെ പാട്ടുകാരി ഞാനല്ല, എൻ്റെ ചേച്ചിമാരാ. എന്റെ വീട്ടിൽ ആരാ പാടാത്ത? അപ്പച്ചൻ പാടും, അമ്മച്ചി പാടും, കസിൻസ് എല്ലാരും പാടും, ചേച്ചിമാരെല്ലാം പാടും, അടുത്ത തലമുറയും പാടും. എന്നിട്ടും പാട്ടുകാരി ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല? ഇല്ല, ഞാനൊരു പാട്ടുകാരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വയസ്സിൽ പാട്ടുകാരിയായി. അതാണ് ഉണ്ടായത്. 10 വയസ്സിൽ ഞാൻ പ്രോഗ്രാംസിന് പോയി തുടങ്ങി. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. സ്കൂളിലൊക്കെ നമ്മൾ കോമ്പറ്റീഷന് പോകുമ്പോൾ എവിടെ പോയാലും ഫസ്റ്റ് പ്രൈസ്. ലളിതഗാനം, ക്ലാസിക്കൽ ഞാൻ പാടിയിട്ടില്ല. അപ്പം അന്ന് ക്ലാസിക്കലിന് പാടിയിരുന്ന കോമ്പറ്റീഷന് വരുന്നതിൽ മിക്കവാറും പ്രൈസ് വാങ്ങിയിരുന്ന ആളാണ് ലേഖ ആർ നായർ. ലേഖയ്ക്ക് എന്ത് രസമായിട്ടാണ് കർണാടക സംഗീതം പാടണമെന്നറിയോ. അപ്പം ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ അന്ന് തുടങ്ങിയ ചെറുപ്പം മുതലേ അപ്പച്ചൻ അങ്ങനെ ഒരു ക്വാളിറ്റി എനിക്കും എൻ്റെ ചേച്ചിക്കും ഉണ്ടാക്കിയെടുത്തതാണത്. മറ്റുള്ള ഒരു സിംഗർ എൻ്റെ കൂടെ മത്സരിക്കാൻ വരുന്ന കുട്ടികൾ തന്നെ അവരിൽ ആരാണ് നന്നായിട്ട് പാടുന്നതെന്ന് അപ്പച്ചനെ അറിയാലോ. അപ്പം അവരുടെ പാരൻസുമായിട്ട് സംസാരിക്കും. അങ്ങനെ ലേഖയും ഞാനൊക്കെ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. സ്കൂൾ ടൈം മുതൽ ഞങ്ങൾ ഇപ്പൊ കോമ്പറ്റീഷൻസിനല്ല, പരസ്പരം മിണ്ടാത്ത പോലും കാലഘട്ടം അതല്ല, ആരോഗ്യപരമായി ഇട്ടുള്ള മത്സരമായിരുന്നു അന്നൊക്കെ. ഇന്നും അങ്ങനെ ആയിരിക്കാം, നമ്മൾ പിന്നാമ്പുറങ്ങൾ നമ്മൾ അറിയണില്ലല്ലോ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. കാരണം അവർ പാടുന്നതിനെ നമ്മൾ കേൾക്കുകയും ഞങ്ങൾ പാടുന്നതും അവർ കേൾക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും നന്നായിട്ട് പാടി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പറയാനും ഉള്ളൊരു മനസ്സ് ഞങ്ങൾ അന്ന് കാണിച്ചിരുന്നു. ഇപ്പോഴും ലേഖ ഇടയ്ക്ക് വിളിക്കും, എന്തെങ്കിലും ഒരു നല്ല കാര്യം എന്നെക്കുറിച്ച് കേട്ടാൽ അവള് അപ്പം ഫോൺ ചെയ്യും. അതൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു അടുത്തൊരാളെ റെസ്പെക്റ്റ് ചെയ്യാന്നുള്ളത് ആ ഒരു ക്വാളിറ്റി നമുക്കൊന്നും പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് പാരൻസാണ്. അതെൻ്റെ അപ്പച്ചൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അത് ചേച്ചി പറയുന്ന ഈ സൗഹൃദങ്ങളുടെ കഥകൾ, അല്ലെങ്കിൽ ഇപ്പം ഈ മ്യൂസിഷ്യൻസിനെ കുറിച്ച് ഓർത്ത് പറയുന്നതൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ അതിശയത്തോടെ കേട്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും അതിന് പ്രത്യേകിച്ച് ഇപ്പം എടുത്ത് പറയാനില്ല, പേരൻസ് തന്ന ക്വാളിറ്റി തന്നെയാണ്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞാലും ചേച്ചി ഒരു പാട്ട് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ളവരെ കുറിച്ച് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പം ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ ലളിതാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ചേച്ചിക്ക് സമ്മാനം വാങ്ങി തന്നെ ഇപ്പോഴും കുട്ടികൾ അത് തന്നെ പാടി സമ്മാനം വാങ്ങിക്കുന്ന ആ പാട്ടൊന്ന് കേട്ടാലോ? ആ പാട്ട് പാടാനുള്ള ഒരു ആരോഗ്യം രണ്ടുപേര്. ചുറ്റമ്പലത്തിലെ ചുവർ ചിത്രഭംഗിയിൽ സുന്ദരി തേടുന്നതാരേ, ആ ചിത്രമെഴുതിയ മാരനെയോ, അതിലെ അവതാര ദേവനെയോ.
സി